എന്തൊക്കെ ബഹളമായിരുന്നല്ലേ. വിജയ് തോറ്റു പോവും, ടി വിക്ക് ജയിക്കൂല, തർക്കുറിയാണ് ഇവരൊക്കെ, ഇതൊക്കെ ഫാൻസ് ഒന്നും വോട്ടായിട്ട് മാറൂല എന്ന് കുറെ ആൾക്കാർ പറഞ്ഞ്. ഇപ്പൊ എന്തായി? അങ്ങനെ പവനായി ശവമായി. ആര് ജയിച്ച് പറ. ആ എല്ലാം അറിയാം കേട്ടാ. ഇത് എങ്ങനെ പഠിച്ചതൊക്കെ? കുഴപ്പമില്ല, ഇപ്പോഴേ രാഷ്ട്രീയം പഠിക്കണം നല്ലത് തന്നെ. വൈശു അപ്പൊ എന്ത് പറയുന്നത്? പറ, ഇതൊക്കെ എന്തോ ഇതൊക്കെ ഷോളാ? ടി വിക്ക് ഷോള് ഞാൻ വാങ്ങിച്ചിറന്ന് പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആണ് വീട്ടിൽ എല്ലാവർക്കും. അതായത് May 4th റിസൾട്ട് എന്ന് പറയുന്നത് എക്സാം റിസൾട്ട് പോലെയാണ് എല്ലാവരും പേടിച്ച് ടെൻഷൻ അടിച്ചിരുന്നത്. പക്ഷേ വിചാരിച്ചതിനേക്കാളും ഒരു പടി മുകളിലാണ് നമ്മൾ ആ വിജയാണ് ജയിച്ചിട്ടുള്ളത്. അല്ലേ വൈശുട്ടി? സന്തോഷം, എല്ലാവരും സന്തോഷമാണ്. അപ്പൊ ചോദിക്കാം, പാ ആരുടെ ചോദിക്കാം? ആദ്യം പോയി പെരിയപ്പ ഇവിടെ ഇല്ല, താത്തയെടുത്ത് ചോദിക്കാം. താത്ത വന്നിട്ട് വിജയ് ഫാനല്ല, പുള്ളിക്കാരൻ വന്നിട്ട് കമലഹാസൻ ഫാനാണ്. മക്കൾ നീതിമയം. അപ്പോൾ നമുക്ക് പോയി ചോദിക്കാം. പാ, കുറച്ച് കളത്താണ്. കുറേ ആൾക്കാരൊക്കെ വിചാരിച്ച് തോറ്റു പോകുന്നു. അപ്പോൾ നമ്മൾ ജയിച്ച് കാണിച്ചിരിക്കില്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കുള്ള സമയമാണ്. അപ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ? ബാ കമോൺ, ശിക്ഷ. ബാ ചോദിക്കാന്നാ. ഒത്തയാകെ നടന്നു വരും ഊറിവേ. ഇപ്പൊ പറഞ്ഞില്ലേ വിജയ് തോറ്റു പോകുന്നു. ഇപ്പൊ എന്തായി? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സന്തോഷം അല്ലേ? ഓക്കെ, ശരി, താങ്ക് യു. അമ്മ എന്താ പറയണ്? ഉങ്കൾ വിജയ് ഉയർന്ന വറന്ന. കൈ കളക്കണ് എന്റെ. അപ്പോ വന്നല്ലോ. അമ്മ പണ്ടേ വിജയ് ഫാനാണ്. എത്ര വയസ്സ് തൊട്ടമ്മ? അന്നോട്ട് അല്ലേ? ഞാൻ ഫസ്റ്റ് കണ്ട പടം തിയേറ്ററിൽ പോയി കണ്ട് തുള്ളാതപ്പനും തുള്ളുവാണ്. അമ്മയുടെ കൂടെ കണ്ട. ഞാനും ചേട്ടനും അമ്മയായിട്ട് തിയേറ്റർ കണ്ടാണ്. വേറെ കൂടെ വേറെ ഉണ്ടായിരുന്നു, ആച്ചി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അന്ന് തൊട്ട് സത്യം പറഞ്ഞാൽ വിജയത്തിൽ ഒരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ ഫാൻ ബോയ് ആയിട്ട് മാറിയത് ഒരു പോക്കിരി സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ, ഒരുപാട് നല്ല മാസ് ലെവലിലുള്ള പടങ്ങൾ ഇറങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടിലെല്ലാവരും വിജയ് ഫാൻസിന്. അപ്പം മാത്രമാണ് കമലഹാസൻ ഫാൻസ് കൊണ്ടുവരാം അല്ലേ? പെരിയ. ആ, എൻ്റെ ചേട്ടൻ വന്നിട്ട് രജനീകാന്ത് ഫാനാണ്. പുള്ളിക്കാരൻ ഇപ്പം വിജയ് ഫാനിലോട്ട് വരാൻ നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ട അത്ര തന്നെ എല്ലാം മാറും ഇപ്പം. പിന്നെ മെയിനായിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്തത്. ഞാൻ ഈ വ്ളോഗ് സത്യം പറഞ്ഞാൽ ചെയ്യില്ലായിരുന്നു. എനിക്ക് ഒരു കമൻറ്റ് വന്ന്, ഞാൻ വിജയ് കാണാൻ പോയില്ലേ, വിജയ് ക്യാമ്പയിൻ എന്ന്. അന്ന് ആ വ്ളോഗ് ഇട്ട സമയത്ത് കുറേ ആൾക്കാർ, കുറേ എന്ന് പറയാൻ പോലെ കുറച്ച് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞ്. ചില കമൻറ്റ്സ് ഒക്കെ ന്യായമായ കമൻറ്റ്സ്, കുഴപ്പമില്ല. ചിലതൊക്കെ ഭയങ്കര ചൊറി പിടിച്ച കമൻറ്റ്സ് ആയിരുന്നു. അവർക്കൊക്കെ വിജയ് എടുത്ത് ഭയങ്കര വെറുപ്പാണ്. അത് എന്ത് വെറുപ്പ് നിങ്ങൾക്ക് നല്ല അറിയാം എന്താണെന്നുള്ളത്. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വ്ളോഗ് ചെയ്യാൻ പോയാണ്. ഓക്കെ, ഇതോട് കട്ട് ചെയ്യാം. ഇനി എൻ്റെ കുറച്ച് സ്പീച്ച് ഉണ്ട്. ബാ, ഓക്കെ. അപ്പോൾ തുടങ്ങിയാലോ? സത്യം പറഞ്ഞാൽ ചുമ്മാ ഒരു ഫണ്ണാണ്, അതല്ലാതെ ദേഷ്യമോ വൈരാഗ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫൺ വ്ളോഗാണിത്. നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞ കമൻറ്റ്സിന് റിപ്ലൈ ആയിട്ടൊന്ന് കൂട്ടിയാൽ മതി. ഒരു രസം, ഒരു മനസ്സുഖം, അത്ര തന്നെ. അപ്പോൾ കുറച്ച് പേർക്ക് വിജയ് ഇഷ്ടമില്ലാത്ത മെയിൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. അവരിഷ്ടപ്പെടുന്ന നടന്മാരെക്കാളും ഒരുപടി മേളിലാണ് വിജയുടെ ഫെയിമും വിജയുടെ സ്റ്റാർ ലെവൽ ഇരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്കുള്ള ഒരു ദേഷ്യവും ഒരു വെറുപ്പ്, ഒരു വിഷമങ്ങളൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാരൊക്കെ എവിടെയൊക്കെ പോയി നല്ലപോലെ ഫാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കെട്ടിയ അടികളൊക്കെ ആയിരിക്കാം, ആ ദേഷ്യമൊക്കെ ആയിരിക്കും നമ്മൾ എത്തിക്കണത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആരുടെ ഫാൻ ഫൈറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ പാട്ടിന് വ്ളോഗ് ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് TV ക്യാമ്പയിൻ കാണാൻ പോയുള്ള മെയിൻ കാരണം ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുമല്ല ഞാൻ വിജയ് ഫാനുമാണ്. അപ്പോൾ എനിക്കൊരു കണ്ടന്റ് വേണം. വിജയ് നേരിട്ട് കാണാനുള്ള ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് മിസ് ചെയ്യാൻ പാടില്ല, അത്ര തന്നെ. അല്ലാതെ ഞാൻ പാർട്ടിയിൽ ചേരാനോ അവിടെ പോയി വോട്ട് ചെയ്യാനോ പോയതല്ല. എൻ്റെ വോട്ട് ഇവിടെയാണ്. ഇവിടെ TV പാർട്ടിയില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ ചുമ്മാ കയറി വന്ന് എന്നെ ഫയർ ചെയ്യാണ്. അതായത് തനിക്ക് മെച്യൂരിറ്റി ഇല്ല, താൻ ഫാമിലിയെ നോക്ക്, ബാക്കി പിന്നെ നോക്കിയാൽ മതി. ഞാൻ ഫാമിലി നോക്കുള്ളത് നിങ്ങൾ കണ്ട. അപ്പോൾ എൻ്റെ വ്ളോഗ് ഫസ്റ്റ് തൊട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഫാമിലിയെ നോക്കിയിട്ട് തന്നെ എല്ലാ കാര്യം ചെയ്യുന്നത്. ഈ വ്ളോഗ് ചെയ്യാനുള്ള കാരണവും എൻ്റെ ജോലി ഭാഗമാണ്. അതുകൊണ്ട് ആലോചിക്കണം. ചുമ്മാ ടൈം പാസിന് പോയതില്ല. എനിക്കൊരു കണ്ടന്റ് വേണം. ആ കണ്ടന്റ് വെച്ച് എനിക്ക് റവന്യൂ ഉണ്ടാക്കണം. അതും കൂടിയാണ്. അപ്പോൾ എൻ്റെ ജോലിയാണ് വ്ളോഗ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും വ്ളോഗ് എടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ലെന്ന് ഇതുപോലത്തെ ആൾക്കാർ തീരുമാനിക്കാൻ പാടില്ല. പിന്നെ ഈ കുറച്ച് ആൾക്കാർ തീരുമാനിക്കും പോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് ഇതുപോലത്തെ ആൾക്കാർക്ക് അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. നമ്മൾ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് പിടിക്കില്ല. ഉടനെ വന്ന് നെഗറ്റീവ് കമൻറ്റ്സ് അടിക്കും. അപ്പോൾ ഈ കമൻറ്റ് ഇട്ടമാരുടെ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ ഈ സ്വഭാവം കൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ആരും കാണില്ല, എപ്പോഴും അടിപിടിയായിരിക്കും. അതായത് ചില ആൾക്കാരുടെ ചില സ്വഭാവമുണ്ട്. അതായത് ആരും നന്നാവാൻ പാടില്ല, അവനും നന്നാവൂല, കൂടെ ഉള്ളവൻ നന്നാവാനും പാടില്ല. അതായത് സ്വന്തം കൂട്ടുകാരൻ നന്നായി പിടിക്കൂല, സ്വന്തം സഹോദരൻ നന്നായി പിടിക്കൂല, ആരും നന്നാവാൻ പാടില്ല, അവൻ ജോലിക്ക് പോവുകയില്ല, അവന് ജോലിക്ക് സമ്പാദിക്കില്ല, മറ്റുള്ളവരെ സമ്പാദിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും കുറ്റം പറഞ്ഞ് താത്ത് ഡൗൺ ആക്കി അവനെ
ഇല്ലാതാക്കണം. അതെന്ത് സ്വഭാവം മനസ്സിലാവും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വഭാവം ആൾക്കാർ. അതായത് സോഷ്യൽ മീഡിയക്കകത്ത് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഭയങ്കര ചൊറിയാണ്. ഉടനെ അവിടെ പോയി നെഗറ്റീവ് കമൻസ് ഇടും ഒരു കാരണമില്ലാതെ. ഒരു എക്സാമ്പിൾ പറയാം. അതായത് എൻ്റെ ഒരു വ്ളോഗിൻ്റെ അകത്ത് ഞാൻ കുറച്ച് പേർക്ക് ഇത് കൊടുത്തായിരുന്നു, കൂൾ ഡ്രിങ്ക്സ് കൊടുത്തായിരുന്നു. അപ്പം ആ സമയത്ത് കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു. ചില കമൻസൊക്കെ ഓക്കെ നല്ല ഒരു കമൻസ് ആണെന്ന് പറയാം. ചിലവന്മാരൊക്കെ വന്ന് അതായത് ചില കമൻസ് ഇങ്ങനെയായിരുന്നു, ബ്രോ നല്ല ഡ്രിങ്ക്സ് കുടിക്കുകയാണല്ലോ, അവർക്ക് മാത്രം ഇത് കൊടുത്തത്. ഞാൻ ഈ പോകുന്ന വഴിക്ക് കൊടുത്ത് പോവേണ്ട 10ൻ്റെ ഒരു ഡ്രിങ്ക്സ് ഉണ്ട്, ഒരു മാസ പോലത്തെ ഡ്രിങ്ക്സാണ്, മാസേ സ്ലൈസ് അതേപോലത്തെ. അപ്പോൾ അതിന് പോകുന്ന വഴിക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന ചെറിയ സഹായം അത് ഞാൻ കൊടുത്ത് പോകുന്നു. പിന്നെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ പോയി ജ്യൂസ് കുടിച്ചായിരുന്നു കടയിൽ പോയി, നാരങ്ങ വെള്ളം. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു, ബ്രോയ്ക്ക് മാത്രം നല്ല നാരങ്ങ വെള്ളം, മറ്റുള്ളവർക്കെല്ലാം കൂൾ ഡ്രിങ്ക്സ് ബോട്ടിലുള്ളതാണെന്നുള്ളത്. എന്തോന്നും ചെയ്യാൻ, എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞ ആൾക്കാരാണ്. അതായത് ഇങ്ങനെ ചുമ്മാ ഇരുന്നു കുറച്ച് നേരത്തേക്ക് ഇതിന് കുറ്റം പറയും. ബ്രോ ഇങ്ങനെ ഇരിക്കില്ല ബ്രോ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക ഒരു ഞരമ്പുകളൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർന്ന് പിടിക്കാൻ ഫ്രീ ആയിരിക്കണം എന്ന് പറയും. സത്യമായിട്ട് അങ്ങനെയാണ്. ഇതെന്തെങ്കിലും എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞ ആൾക്കാരാണ് നമ്മളെ സോഷ്യൽ മീഡിയക്കകത്തുള്ളത്. അതുകൊണ്ട് ഇവർക്കൊക്കെ ഒരു ഹൈ ഫെയിമുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ പല കുറ്റങ്ങളും തോന്നും. അപ്പോൾ ഒന്നേന്ന് ആലോചിച്ചാൽ മതി, ഒരു കൂൾ ഡ്രിങ്ക്സ് കൊടുത്താലേ ഇത്ര കമൻറ്റ്സ് പറഞ്ഞു. അപ്പം വിജയ് എന്ന് പറഞ്ഞ ഒരാൾ അത്രയും ഫെയിമും അത്രയും പബ്ലിസിറ്റിയുള്ള ആളാണ്. ആ പുള്ളിക്കാരൻ കുറച്ച് നല്ല കാര്യം ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ചില നെഗറ്റീവ് കാര്യങ്ങൾ നടന്നു പോവുകയാണ്. അത് ആ പുള്ളിക്കാരൻ്റെ തെറ്റല്ല. അപ്പോൾ അതും കൊണ്ട് ആ പുള്ളിയുടെ തലയെ വച്ചിട്ട് ആ പുള്ളിയെ ഡീഫെയിം ചെയ്ത് ആ പുള്ളി വിചാരിക്കുന്ന കാര്യം നടക്കാൻ പാടില്ല. മനസ്സിലായ? അതാണ് ഇപ്പോൾ ഇവരൊക്കെ മെയിൻ ഫോക്കസ്ഡ്. അപ്പോൾ വിജയ് അടുത്ത് എങ്ങനെ നെഗറ്റീവായിട്ട് പറയാവുന്ന 2 കാര്യമുണ്ട്. ഒന്ന് വന്നിട്ട് 41 പേര് കരൂരിൽ മരിച്ചുപോയി. ഒന്ന് വന്നിട്ട് പേഴ്സണൽ കാര്യം, ഫാമിലി കാര്യം, അത് നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ കരൂരിൽ മരിച്ചുപോയ സംഭവം ഞാൻ ആൾറെഡി കുറേ വർഷം കമൻറ്റ് റിപ്ലൈ കൊടുത്തായിരുന്നു. ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാവും, ഒന്ന് പറയാം. ആ 41 മരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ക്രൗഡ് മാനേജ്മെൻറ്റ് ഇല്ല, പോലീസിന് സപ്പോർട്ട് ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സപ്പോർട്ടില്ലാത്ത മെയിൻ കാരണം ആരാണ്? അതിനകത്ത് രാഷ്ട്രീയ കളിയുണ്ട്, അതായിരുന്നു എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയത്ത് വിജയ് പറയുകയും ചെയ്തു ആ ക്രൗഡിനിടയ്ക്ക് ഇവിടെ പോലീസ് ഉണ്ട്, എവിടെ പോയെന്നുള്ള കാര്യങ്ങളൊക്കെ. പോലീസ് ആ സൈഡ് ഇല്ല. അതേ സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് ഫുള്ളായിട്ട്. ആ ലൈറ്റ് ഓഫ് ചെയ്തായിരുന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു ന്യൂസ് ഫസ്റ്റ് കേൾക്കാൻ നേരത്ത് വിശ്വസിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ അതിൻ്റെ അടുത്തടുത്ത ന്യൂസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എന്താണ് നടന്ന കാര്യാവസ്ഥ എന്നുള്ളത് ഫോളോ അപ്പ് ചെയ്ത് ഡീറ്റെയിലിംഗ് അറിയണം, സത്യാവസ്ഥ അറിയണം. അതിനുമുമ്പേ തീരുമാനിച്ച് കഴിഞ്ഞു 41 പേരെ കൊന്ന് തീർന്നു. പിന്നെ ആ വിജയുടെ പേഴ്സണൽ കാര്യം അത് നമ്മൾ തോണ്ടാൻ പാടില്ല. കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ തോണ്ടിക്കഴിഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്സ്, ഇഷ്ടം പോലെ തെറ്റുകുറ്റങ്ങൾ കാണും. ഒന്നും വേണ്ട, അവരുടെ ഫോൺ ഹിസ്റ്ററി നോക്കിയാൽ മതി. അതുകൊണ്ട് നമ്മൾ ഒരാൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എല്ലാവരുടെ ഫാമിലിയും ഉള്ള പ്രശ്നങ്ങൾ തന്നെ. ഡിവോഴ്സ് ആവുന്നത് ഫാമിലിക്കകത്ത് പ്രശ്നം നടക്കും. നാളെ ചിലപ്പോൾ ഒന്നാവുമായിരിക്കാം. ഒരു ഡൈവേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന അതിന് കേസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു ഫോം, അതിനുള്ള ഡോക്യുമെന്റ് പുറത്ത് കൊണ്ടുവന്ന ആരാണ്? അത് ഈ DMK പാർട്ടിയാണ്. അപ്പോൾ ഫാമിലി ഇഷ്യൂ തോണ്ടാൻ പാടില്ല ഒരിക്കലും. അടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ അടിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ആൾക്ക് കോമ്പറ്റീഷനാണ്, ഒരു ബിസിനസ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പ്രോഡക്റ്റ് നല്ലപോലെ ക്വാളിറ്റി ആയിട്ട് നല്ല വാല്യുബിൾ ആയിട്ട് കൊടുത്ത് വിൽക്കണം. അതാണ് സത്യം പറഞ്ഞ കോമ്പറ്റീഷൻ. അല്ലാതെ എൻ്റെ കോമ്പറ്റീഷനുള്ള ആളെടുത്ത് അയാളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പബ്ലിസിറ്റി ആക്കി ചെയ്യണത് അത് നല്ല രീതിയിലുള്ള ബിസിനസ് അല്ല. ഈ 2 കാര്യമാണ് കുറേ എണ്ണവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 41 പേരെ കൊന്നു, വിജയുടെ ഭാര്യയെ ചതിച്ചു. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞാണ് എന്നെ കുറ്റം പറഞ്ഞ് കമൻസ് ഇടുന്നത്. ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ, ഇതുപോലത്തെ ആളെ ആരെങ്കിലും ഫോളോ ചെയ്യുമോ? നിങ്ങൾക്ക് ഫാമിലി ഉണ്ടല്ലോ. എനിക്ക് ഫാമിലി ഉണ്ട്, ഞാൻ ഫാമിലി കളഞ്ഞ് വെളിയിൽ പോയാ. ഒരുത്തൻ പറഞ്ഞത്, ബ്രോ ഫാമിലി നോക്ക് ബ്രോ, ഫാമിലി നോക്കിയിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾ വിജയ് കാണാൻ പോയ സമയം കൊണ്ട് ജോലിക്ക് പോകത്തുണ്ടെന്ന് ഞാൻ എന്തോന്നും പറയാം ഇവിടത്തേക്ക് പോയി. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഫാമിലി നോക്ക് ബ്രോ, ഫാമിലി നോക്കിയിട്ട് മതി ബാക്കിയുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം. അതായത് എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഫോറിൻ കൺട്രീസിലും ഉണ്ട്. അപ്പോൾ അവരൊക്കെ നാട്ടിൽ വരാൻ നേരത്ത് എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഫാമിലി ആയിട്ടൊക്കെ. അത് വരാനുള്ള കാരണം എന്താണ്? എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അവർ വരുന്നത് തെറ്റാണോ ശരിയാണോ? ശരിയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ വിജയ് കാണാൻ പോയത്. ഇപ്പോൾ ഞാനും വിജയ് ഒന്നും പറയണമല്ല. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന സോഷ്യൽ മീഡിയ വ്ളോഗറോ ഒരു സിനിമ നടനോ ആരായാലും ആവട്ടെ, നമുക്ക് ആ പുള്ളിയെ ഒരു കാണാൻ ഒരു ചാൻസ് കിട്ടിയെങ്കിൽ നമ്മൾ കാണാൻ പോകില്ലേ? അത്ര തന്നെ. അപ്പോൾ അത് തെറ്റാണോ ശരിയാണോ? അത്രേ ഉള്ളൂ. അത്ര മാത്രം കണ്ടാൽ മതി. അല്ലാതെ കൂടുതലൊന്നും നിങ്ങൾ കടന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ആരും നല്ലവന്മാരല്ല, എല്ലാം കണക്ക് തന്നെ. കേട്ടല്ലോ? ഒരാളെ കുറ്റം പറയണമെങ്കിൽ നമ്മൾ ആദ്യം ബെസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു ബെസ്റ്റ് ഒരുത്തന ലോകത്തില്ല. അതായത് സിമ്പിളായിട്ട് പറഞ്ഞുതരും. ഈ കുറ്റം പറയണമാരെ ഏരിയയിൽ പോയി ഇവനെപ്പറ്റി ചോദിച്ചാൽ മതി, ഇവൻ്റെ ഫുൾ ഹിസ്റ്ററി പറഞ്ഞു തരും. അവനാണെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ ഒരു എന്ത് പറയും വേസ്റ്റ് ക്യാരക്ടർ. അതുകൊണ്ട് ആരെയും വെറുതെ ഹേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഫാൻ ഫൈറ്റൊക്കെ വേണം, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഫണ്ണാണ്, ഞാനും പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ അധികം അങ്ങനെ ടെൻഷൻ ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളിയായിട്ട് കൂട്ടുകാരായിട്ട് ഫാൻ ഫൈറ്റ് ചെയ്യും. പിന്നെ എല്ലാവരും ചേർന്ന് സിനിമയ്ക്ക് പോകും, എല്ലാ നടന്മാർ സിനിമയ്ക്കും പോകും. അതുകൊണ്ട് എല്ലാ കാര്യം കൂടുതൽ സീരിയസ് എടുക്കാൻ പാടില്ല. മാക്സിമം നല്ല ഫണ്ണായിട്ട് തന്നെ ജീവിതം കൊണ്ടുപോകണം. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആരെയും ശത്രുവായിട്ട് കാണേണ്ട ആവശ്യമില്ല. എല്ലാവരും അവരുടെ ജോലി നോക്കി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ജോലി നോക്കി ജീവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അതൊന്ന് എൻജോയ് ചെയ്യുക. അതൊരു തെറ്റുമില്ല. ചില ആൾക്കാർ ഫ്രീ ആകുമ്പോൾ കോവിലിൽ പോകും, ചിലർ സിനിമയ്ക്ക് പോകും, ചിലർ കറങ്ങാൻ പോകും. അപ്പോൾ അതേപോലത്തെ ഒരു കാര്യം കൂടിയാണ് ഇതുപോലെ നടന്മാരെ കാണാൻ പോകുന്നത്. അതൊന്നും വലിയ തെറ്റൊന്നുമില്ല.
തെറ്റെന്ന് പറഞ്ഞാൽ എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജോലിയും നമ്മളെ പഠിത്തവും എല്ലാം കളഞ്ഞിട്ട് പോയി കാണുന്നതാണ് തെറ്റ്. എല്ലാം ചെയ്തിട്ട് ഫ്രീ സമയം ഉണ്ടെങ്കിൽ പോയി കാണുന്ന ഒരു തെറ്റുമില്ല. പിന്നെ ഞാൻ വ്ളോഗർ ആയതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ജോലിയും കൂടിയാണ്, അതുകൊണ്ട് ചെയ്തേ പറ്റൂ. ഓക്കെ അത്ര തന്നെ, വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. ഞാൻ നീ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ജോലിക്ക് സമയമായി. ഓക്കെ, അപ്പോൾ ഇനി നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ ഇടുമായിരിക്കും, കുഴപ്പമില്ല. എന്തായാലും തർക്കുറി എന്ന് പറഞ്ഞില്ലേ, തർക്കുറി എന്ന് പറയുന്ന അർത്ഥം എന്തിനാണ് സത്യം പറഞ്ഞാൽ? അത് വേറെ ഒന്നുമില്ല, അതായത് ഉന്നം തെറ്റുന്നവർ എന്നെന്തോ അർത്ഥമാണെന്ന് തോന്നുന്നു തർക്കുറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉന്നം തെറ്റിയില്ലല്ലോ, തെറ്റിയത് ആർക്കാണ്? ഈ പറഞ്ഞവന്മാർക്കാണ്. അപ്പോൾ തർക്കുറി ആരാണ്? അവന്മാർ തന്നെ. ഓക്കെ, അപ്പം അണ്ണൻ ജയിച്ച് CM ആയി. കണ്ട, ഈ ചൊറിഞ്ഞവന്മാരും ഹേറ്റർമാരൊക്കെ ഇപ്പോൾ എന്തായി? അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വലിയ ഇവൻറ്റ് നമ്മളെപ്പോലെ കുറേ ആൾക്കാർക്ക് വലിയ ഇൻസ്പിറേഷനാണ്. എല്ലാ കാര്യവും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടത് ഹാർഡ് വർക്ക്, സിൻസിയറിറ്റി, ക്ഷമയോടെ കാത്തിരിക്കുക. അതാണ് തളപതി വിജയ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. നമ്മളും അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യവും ഇതുപോലെ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സിനിമയിലുള്ള എല്ലാ നടന്മാരും നല്ല നടന്മാർ തന്നെ, നല്ല കഴിവുള്ളവർ തന്നെ. നമ്മൾ അത് കണ്ട് നമ്മൾ ഇൻസ്പയർ ആക്കി നമ്മളെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത്ര കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും കുറച്ച് നേരം സെൻറ്റി അടിക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. ഒരൊറ്റ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. യാറിവേ ഒത്തയാ കന്നട ഊറ് ജോലിക്ക് പോകണം.